ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ ചടപടയും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെറുപയർ മിക്സ്ചർ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 1 കപ്പ് അളവിൽ ചെറുപയറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു 3-4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഒരു 5-6 മണിക്കൂറായി എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. നല്ല രീതിക്ക് തന്നെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവണം, അത്രയും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ടിരിക്കരുതെങ്കിൽ പിന്നെ നമ്മുടെ ചെറുപയറിൽ നിന്ന് മുള പൊട്ടി തുടങ്ങും. അതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇതുപോലെ ചെറുപയറെടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ചെറുപയറിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലേക്കോ നമുക്ക് നമ്മുടെ ചെറുപയർ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഫാനിൻ്റെ താഴെ കൊണ്ടുവെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അല്പസമയം ഇങ്ങനെ വെച്ചിരുന്നാലും മതിയാവും. ഒരല്പസമയം ഞാനിങ്ങനെ ഒന്ന് ഫാനിന് കീഴിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ആ പയറിലുണ്ടായിരുന്ന ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ചെറുപയറൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം ചെറുപയർ ചേർക്കാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മൾ എണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല കുറച്ച് എണ്ണയാണെന്നുണ്ടെങ്കിൽ പകുതി അളവിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചിരിച്ചിലാന്നുള്ള ഈ ഒരു സൗണ്ടൊക്കെ മാറിയിട്ട് നന്നായിട്ട് നമ്മുടെ ഈ പയറൊന്ന് മുരിഞ്ഞ് തുടങ്ങും കേട്ടോ. അതുവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിരിക്കാം. ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പയർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കളയരുത് കേട്ടോ. അതായത് നന്നായിട്ട് അതിൻ്റെ ഒരു പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടും വീണ്ടും നമ്മളിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ നല്ല ഹാർഡായി പോകും. ഈ ഒരു പതഞ്ഞ് പൊങ്ങുന്ന ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പയർ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടാവും. ഒരല്പസമയം കൊണ്ട് തന്നെ അധികമായിട്ട് ഈ പതഞ്ഞു പോകുന്നതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പയറും നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ പയർ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നിലക്കടല നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ച നിലക്കടലാണ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ വറുത്തതാണ് ഉള്ളതെങ്കിൽ കൂടി ഇതുപോലെ ഒന്ന് വറുത്ത് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നിലക്കടല വറുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരിക്കാവുന്നതാണ്. നമ്മുടെ കപ്പലണ്ടിയുടെ കളർ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ആ അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 10-12 വെളുത്തുള്ളി അല്ലി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ആ തോടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചതച്ച് വെളുത്തുള്ളി അല്ലിയും നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ വെളുത്തുള്ളി അല്ലി നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവണം. അതൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അത് ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി അല്ലി മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു പിടി അളവിൽ കറിവേപ്പില ഇട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാം ഫ്രൈ ചെയ്ത് ഇതുപോലൊരു ബോളിലേക്ക് ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ മാത്രം കായപ്പൊടിയും കൂടി. ഇനി വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൽ നന്നായിട്ട് ഈ ഉപ്പെല്ലാം പിടിച്ച് കിട്ടുള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഉപ്പെങ്ങാനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ചേർക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ഓമപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ ഓമപ്പൊടി വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ലിങ്ക് കൊടുത്തിരിക്കാം. ഇത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു നിർബന്ധമില്ല ചേർക്കണം എന്ന്. ഒരല്പം ഓമപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 3-4 ആഴ്ച വരെ നമുക്കിതൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
അപ്പോൾ വൈകുന്നേരം ചായക്കൊപ്പമോ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ രുചികരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയെടുത്തൊരു മിക്സ്ചറാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.